അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഹീലതി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, തയമ്മും എന്നുള്ളത് നമുക്ക് അല്ലാഹു തന്ന വലിയ ഒരു ആനുകൂല്യമാണ്. അഥവാ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വെള്ളം ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കരുതെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നിസ്കാരം ഒഴിവാക്കണമെന്നല്ല, നമുക്ക് ഉളൂന് പകരം നമ്മൾ തയമ്മും ചെയ്താൽ മതി. എന്താണ് തയമ്മും? നിയത്തോടുകൂടി മുഖവും രണ്ട് കൈയും മണ്ണ് പുരട്ടുക എന്നുള്ളതാണ്. അത് പൊടിമണ്ണായിരിക്കണം, നനയാത്ത പൊടിമണ്ണ്. ഒരടി അടിക്കുക, നിയത്ത് വെച്ച് മുഖം തടവുക. രണ്ടാമത്തെ അടി അടിച്ച് രണ്ട് കൈയും തടയുക. ആദ്യം ഒരു കൈ തടയുക, പിന്നെ മറ്റൊരു കൈ തടയുക. ഇതാണ് തയമ്മും. ഇങ്ങനെ നമുക്ക് നിർവഹിച്ചാൽ ഫർള് ഒന്ന് മാത്രമേ നമുക്ക് നിർവഹിക്കാൻ പറ്റൂ, സുന്നത്തുകൾ എത്രയും ആവാം. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് അള്ളാഹു തന്ന വലിയൊരു അവസരമാണ്. എങ്ങനെയാണിത് നിയമമായത്? ഇതിൻ്റെ തുടക്കം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തു നിസാഇൻ്റെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ട്: വഇൻ കുന്തും മർളാ ഔ അലാ സഫർ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത് ഔ ലാമസ്തുമുൻ നിസാ ഫലം തജിദൂ മാഅൻ ഫതയമ്മമു സഈദൻ ത്വയ്യിബ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും ഇന്നല്ലാഹ കാന അഫുവ്വൻ ഗഫൂറ. ഈ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്, നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചെറിയ ശുദ്ധിയോ വലിയ ശുദ്ധിയോ ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നിങ്ങൾ കുളിക്കാനോ ഉളു ചെയ്യാനോ തയമ്മും ചെയ്താൽ മതി. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ മുഫസ്സിറുകൾ പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും സ്വഹാബത്തും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, വൈകുന്നേരത്താണ് എന്നാണ് തഫ്സീറിൻ്റെ ആ ഒരു അവതരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇശാ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാകുന്ന അസ്മാ റളിയല്ലാഹു അൻഹയുടെ മാലയായിരുന്നു അത്. അവർ വായ്പ വാങ്ങിയതായിരുന്നു. ആ മാല നഷ്ടപ്പെട്ടപ്പോൾ അത് തിരയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒക്കെ കൂടി. മാല പിന്നീട് അന്വേഷിച്ചപ്പോൾ കിട്ടിയൊന്നുമില്ല. പക്ഷേ അവരുടെ ഒട്ടകം കിടന്നിരുന്ന അതിൻ്റെ താഴെ മാല ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടി. ഒരുപാട് സമയം തിരഞ്ഞ് അങ്ങനെ സുബഹിയുടെ സമയം അടുത്തായി. അവർക്ക് നിസ്കരിക്കണം, ഇശാ നിസ്കരിക്കണം. അവരുടെ കയ്യിൽ വെള്ളമില്ല, ആ പ്രദേശത്തും വെള്ളമില്ല, മരുഭൂമിയല്ലേ. വല്ലാതെ വിഷമിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബിയോട് പറയുന്നുണ്ട്: ആയിഷ, നിന്നെ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിസ്കാരമൊക്കെ വൈകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആയിഷ ബിവിയെ കുറ്റപ്പെടുത്താൻ അവർ ആയിഷ ബിവിയുടെ ഈ ഒരു വിഷമം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്.
പക്ഷെ സിദ്ദീഖ് ഇങ്ങനെ നിയമം വന്നപ്പോൾ സിദ്ദീഖ് ആയിഷാ ബീവി പുകഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിന് സമാനമായ ഒരു ആയത്ത് സൂറത്തുൽ മാഇദയുടെ 6-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം ഇതേ ഒരു ആശയം വരുന്ന ഒരായത്ത്. ഇവിടെയൊക്കെ പറഞ്ഞത് നല്ല മണ്ണ് നിങ്ങൾ കണ്ടെത്തി അതിൽ നിങ്ങൾ തൈമ ഹലാലാവുമാണ്, നല്ല മണ്ണുമാണ്. മൊത്തത്തിൽ ഭൂമി ശുദ്ധമാണ്. ജുഇലത്തിൽ അർളു കുല്ലുഹ മസ്ജിദൻ ഔ, ഈ ഭൂമി മുഴുവനും ശുദ്ധമായിട്ടാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അപ്പം ഭൂമിയിൽ ഏത് മണ്ണും നമുക്കെടുക്കാം. പരസ്യമായിട്ട് നമുക്ക് ആ നെജസ് അവിടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ മണ്ണെടുക്കാം. അതിൻ്റെ പൊടി നമുക്ക് എടുക്കാം. അതിൻ്റെ തരി കളഞ്ഞിട്ട് പൊടി എടുത്തിട്ട് ആ പൊടിയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൈമമിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൽ നെജസ്സുകളൊക്കെ നീക്കണം കേട്ടോ. നമ്മളിപ്പോൾ തൈമമിൻ്റെ അവയവം എന്ന് പറയുന്നത് മുഖമാണ്, 2 കൈയാണ്. അപ്പോൾ നമ്മുടെ ഈ കയ്യിലുള്ള മോതിരം, വാച്ച്, വള ഇതൊക്കെ അയച്ചു വെക്കണം. അത് നിർബന്ധമാണ് തൈമമിന് മുമ്പ്. പിന്നെ വുളൂഇന് മുറിവ് മറ്റു ബാധിച്ചതിൻ്റെ പേരിൽ നമ്മൾ ചില അവയവങ്ങൾ നമുക്ക് കഴുകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ചില അവയവങ്ങളൊക്കെ വെച്ച് കെട്ടിയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി തൈമം ചെയ്യാണ്. അപ്പോൾ മറ്റുള്ള അവയവങ്ങൾക്കൊക്കെ വുളൂ ചെയ്തതിന് ശേഷമാണ് തൈമ്മിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. തൈമ്മിൻ്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ ശുദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങൾ, മലമൂത്ര വിസർജനം നടത്തി നമുക്ക് ഉതുണ്ടാക്കാൻ പിന്നെ വെള്ളമില്ല, അങ്ങനത്തെ സാഹചര്യത്തിൽ. അതുപോലെ ജനാബത്തുണ്ടായി കുളിക്കാൻ വെള്ളമില്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം എന്നാണ് ഇതിൻ്റെ താല്പര്യം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ ഫതഗയ്യള അബൂബക്കറുൻ അല ആയിഷ, ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അതായത് നിസ്കാരം ഇങ്ങനെ വൈകല്ലേ ഈ ഒരു മാരൻ്റെ വിഷയത്തിൽ. അപ്പോൾ ആയിഷ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഉണ്ടാകുന്ന ഒരു പ്രയാസം, തൻ്റെ മകളെ കാര്യത്തിലാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ ആയത്ത്, ഈ തൈമമിൻ്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഇന്നക്കി മുബാറക്കത്തു, നിങ്ങൾ വലിയ ബർക്കത്തുള്ള ആളാണ് ഈ ആയിഷ, നിൻ്റെ കാര്യത്തിൽ നസലത്ത് ഫീക്കി റുഖ്സത്തുൻ, നീയാണല്ലോ ഈ റുഖ്സ ഇറങ്ങാൻ കാരണക്കാരിയായത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവിയെ കൊണ്ട് ഉണ്ടായ ഒരു ഗുണം എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കൊക്കെ ഒരു വലിയൊരു റുഖ്സ ഇവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സമുദായത്തിന് ആയിഷാ ബീവിയെ കൊണ്ട് ഉണ്ടായ ഗുണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആയിഷാ ബീവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നേരത്തെ ഒരുപാട് ആളുകൾ സംസാരിച്ചപ്പോൾ അവിടെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ആയിഷാ ബീവി വലിയ പണ്ഡിതയാണ്, അവർക്ക് ദീനിയായ കാര്യങ്ങളിൽ വലിയ അറിവുണ്ട്, അവരെ കാര്യത്തിൽ അല്ലാഹു തആല വഹി ഇറക്കിയിട്ടുണ്ട്. സമുദായത്തിന് അവർക്ക് വലിയ ഒരു സമുദായത്തിൻ്റെ മാതാവാണ് അവർ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയും ഈ ഒരു അറിവ്, ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് പറയാൻ സമയമില്ല. കാരണം അത്ര വിശാലമായ ഒരു വിഷയമാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞു എന്ന് മാത്രം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതിൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം എന്ന് വിനയത്തോടെ അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.